ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വെണ്ണമരുൾ ചെയ്താൻ: ബാലകന്മാരെ ഭോഗമിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതിനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കും. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നു കേട്ട നേരം മനസ്സിനിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസന്നിധം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്നു രാമലക്ഷ്മണന്മാരെ കാണാനായി ത്രിവേന്ദ്രനും സൂര്യചന്ദ്രന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു ത്രിവേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാവിവരാരെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായിതപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ: വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതി. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ, ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു പോന്നിടിനാനിത് കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടകതന്നെയൊരു ബാണം കൊണ്ടെയ്തു വന്നാൽ പേടിയും തീർന്നു സിദ്ധാശ്രമം പുക്കുയാകമാണൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു, നീ അത് കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരായോഗ്യന്മാരാം രജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കിൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്ന് നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനേരം ജനകനും കൗശികനോടു ചൊന്നാൻ: രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നൂനം എല്ലാം ഈശ്വരനെ ചൊല്ലാവതെനിക്കിപ്പോൾ വല്ലിഹ വരുത്തിയിട് എന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചത് മഹീന്ദ്രനും
ഹുങ്കാരത്തോട് വന്ന് ചാപവാഹകന്മാരും 70,000 കിങ്കരന്മാരും കൂടി വൃത്തിശാസന ചാപം എടുത്തുകൊണ്ടുവന്ന കണ്ടാ സഹസ്രമണീ വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരുടെ പള്ളിയിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതോ ചെയ്താലും മടിക്കേണ്ട കല്യാണമതി മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനിത് കേട്ടു മന്ദമന്ദം പോയി ചെന്ന് നിന്നു. കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. ഇന്നുരന്ന നേരം 7 ലോകങ്ങളും ഒന്ന് മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവലോകെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞ ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരകരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട് മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരൽ മന്ദം മന്ദം അർണോജനേത്രൻ മുൻപിൽ സന്ത്രപ്തം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ. മുന്നേ പിന്നാലെ വരണാർദ്ധമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ച് നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടിനാൻ. ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവர்களுം ആനന്ദം ബുദ്ധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴുന്നാശയും ചൊല്ലിയിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാ, നിനക്കിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷം വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടും നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരിബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിശ്രിതൻ. താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം ബുക്കിതു ദശരഥൻ. മിഥിലാദിബന്ധാനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദൻ തന്നോടുകൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദാദ്യകളാൽ അർപ്പിച്ചു യഥാവിധി സത്കരിച്ചിതു. യഥായോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം. വസിഷ്ഠനാമാചാര്യ പാദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംഭോജമനുജന്മാർ
തൊഴുതു ഭരതനീ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസീ ചേർത്തു താതൻ രാമനീ പുണർന്നിട്ടു ലക്ഷ്മണനീയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 ആർക്കും യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം പേരിദുന്ദുവി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൻ പുത്രിയാം വൈദേഹി രാമനു നൽകിയിടിനാൻ. ജനകമഹീന്ദ്രനോ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനാൾ പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും. കാമ്യാംഗ്യമാരും ശ്രുതകീർത്തിയും മാണ്ഡവിയും ശത്രുഘ്നന്മാർ തന്നുടെ ഭക്തിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനാരുൾ ചെയ്തത് കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യാർത്ഥമായി എഴുതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനത് മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര. നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം എന്നോട് മഹാമുനിതാൻ അരുൾ ചെയ്താലപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്കി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. യോഗേശ്വരൻ മനുഷ്യനായിടുമ്പോൾ അത് കാലം യോഗമായാദേവിയും മനുഷ്യവേഷത്തോടെ ജാതയായിതു തവ വേശ്മനീതൽ കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ ഇതം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ട് ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേതു നീ പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുജാസനാജാവം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതും പുത്രിക്കെന്നോ ഒരു മണം ചിത്തത്തിൽ നിരൂപിച്ച് വരുത്തി ദ്രവന്മാരെ ശക്തിയിൽ ഇതിനെന്നു വൃദ്ധി ബാലകന്മാരും ഉദതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൽപുല നേത്രൻ തന്നെ ത്വൽപ്രസാദത്തിൽ നിന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി വിൽപ്പാട് തെളിഞ്ഞുര ചെയ്തിരു ജനകനും. സദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോദായുധ സഹസ്രോദ്യോത രൂപത്തോടും ഖദ്യോതന്നെ പിറന്നൂരു നിന്തിരുവടി വിദ്വൽ സംയൂതമായി ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തി
യുക്തനായി കാൺക മൂലം ഭക്തവത്സലാ മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജ ചരണാഗ്രീ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം തോൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സർവഭൂഷണം ജഗത്തൊക്കെ സംഭരിക്കുന്നു തോൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം തോൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട് ഹല്ലിയും കിൽവിഷത്തോട് വേർപെട്ടു നിർമ്മലയാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകുന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമീ പാദപങ്കജദ്വയം യുദ്ധമോരോ നീ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം കരികളർ 110,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000 പത്യയെയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരക്തങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചത് സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ട് ദശരഥനും പുറപ്പെട്ടു കൽമഷമകന്നൂര് ജനകദ്രവേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമാധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകഭേരി ദുര്യഘോഷങ്ങളോടും മൃദുഗാനങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദള മിടക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോട് പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദിതാവസേന്ദ്രന്മാരായ ദേശികന്മാരോടും മാതൃതാദികളോടും വേഗമോടെ യോദ്ധ്യക്കമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശീ വിമാനങ്ങളും നിറഞ്ഞുതി സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്രയച്ചോരനന്തരം പെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമാലയ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടും 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകന്നാൻ മന്നവ കുറഞ്ഞൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ പിന്നെ മമഭയമുണ്ട് എന്നറിഞ്ഞാലും ഏതുമീ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടും ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതനരുളി ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബന്ധവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസത്വൻ സാത്വംസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർദ്ദനായി ഭംഗിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം കാർത്തവ്യവീരരെ പരിത്രാഹി മാം തപോനിതേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്രിമാ പുത്രമാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുപാണി പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർത്ഥൈവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച അസ്തയാ പിതൃഗണതർപ്പണം ചെയ്തു നാഥ
കാത്തുകൊള്ളുക തപോ വാരിധേ ഭൃഗുപതേ കാൽ തളിരിണ തവ ശരണം മമ വിഭോ ഇതരം ദശരഥൻ ചൊന്നാതിരിയാതെ ബദ്ധരോഷേണ വഹ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വ്യക്തവും മധ്യാനർക്കമണ്ഡലം പോലെ ദിത്യാസദ്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതൻ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കും നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായെങ്കിൽ കൂട്ടത്തോട് സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കുന്നത് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞു ഒരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിത് താപസവരന്മാരും പങ്ക്തി സിന്ധനൻ ഭീതി കൊണ്ടു വേഭത കൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനേനും മുഗ്ധഭാവം പൂണ്ടു രാമനാം കുമാരനാം ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയ ആശ്രയം അവർക്ക് എന്തോന്നുള്ളത് തപോനിധേ സ്വാശ്രയ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിങ്കലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശാസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ ദാനം ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങ് തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരേന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദീതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴ് ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നത് ചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധി മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരം അരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തമാ ദയാനിധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥനന്ദനാക്ഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരി. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചനാകാരുണ്യവാരിധി ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ് ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ് കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ച നിധനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാരായണൻ
മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മതേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതി. കൊല്ലണം പിതൃഹന്തകാവാകിയ ഹേഹേയനെ ചൊല്ലേഴും കർത്തവ്യ വീരാർജുനനാം നൃവീന്ദ്രനെ വല്ലജാതിമവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനീറുമല്ലോ ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപിന് ദാനം ചെയ്യുക. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാൻ തമ്മിലെന്നാൽ എന്നുടെ തേജസ്സും തേജസന്യോനം ദശദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ് ചെയ്ത ബ്രഹ്മ പ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു പറഞ്ഞിടിന നാരായണൻ തൻ നിയോഗങ്ങളെല്ലാം ചെയ്തത് ഞാനും നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചു ഒരു പങ്ക്തി സുതനല്ലോ നീ ജഗൽപതി. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കിലാക്കിയിടുവാനായി തന്നിതു സുരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ട് ഉള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കായിക നീ. സാക്ഷാൽ ശ്രീനാരായണൻ തന്നല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തു ഒരു തപസാഫലമെല്ലാം വന്നു പ്രമുഖന്മാരാലും കണ്ടു കേട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നീനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളും ജന്മാദിഷ്ടഭാവങ്ങൾ സുജാന സ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പറഞ്ഞാൽ വഹ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ. നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവരന്ത്യം മായാ സമൃതം ലോകമോർത്താൽ താവത്തരിന്തമറിയാവതല്ല ഭവത്തത്വം സത്സംഗം കൊണ്ട് ലഭിച്ചിടിന ഭക്തിയോടും. ത്വൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ തൊന്മായാരചിതമാം സംസാരഭാരാവാരം തന്മറുകരേറിയിടുന്നിതു കാലം കൊണ്ടേ തൊൽജ്ഞാന പരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കൂരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കിൽ നിന്നമ്പോടു വാക്യജ്ഞാനമുക്കാം വിലുദിച്ചിടും. തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധം തിങ്കൽ നിന്നാശ വേർപെട്ടു ഭവൽ ജന്മേപദത്തിങ്കലാഹന്തലയിച്ചിടും. തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലതല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംവദേ നമസ്തേ വേദാപദേ നമസ്തേ ദേവപദേ നമസ്തേ മഘപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തേ ഭവച്ചരണാംബുജം നമസ്തുതേ സ്വർഗത്തെ സ്വർഗരിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു
ഭാർഗവനോട് ചെന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്ന് എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമാകാരുണ്യാംബുദി ഈ സ്തോത്രം മയാ സ്വതം ജീവിച്ചിടുന്ന പുമാൻ ഭക്തനായ തത്വജ്ഞനായിടേണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തത്വാദാംബുജസ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ ഇന്നു രാഘവൻ നിയോഗത്താൽ ഇങ്ങനെ ഭക്തി പൂണ്ടുരേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രജാലം ബുക്കേടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായ താപവുമകുന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമായ ആസനനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈര്യമാനസന്മാരായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നെ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട ആനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകേനരാധിപനാകെ യുദ്ധാജിത്തും കേകേതനീനും കൂട്ടിക്കൊണ്ടങ്ങ് ചെൽവാൻ ഭൂതനെ അയച്ചത് കണ്ടൂര് ദശരഥൻ സോദരനായി മേ വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാദരവോടും നടനേടിനാരവர்களுം മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചിടിനാരത് കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ. പാകശാസനമരാരി വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട് തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലന്നീ. ഇദ്രധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൽ സ്വഭാവ കരോമേദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഇന്ന് ബാലകാണ്ഡം അവസാനം വായിച്ചിരിക്കുകയാണ്. എല്ലാവരും വായന കേൾക്കണം, കാണണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് എൻ്റെ ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഹരി ഓം.